തട്ടിയെടുത്തത് 1 കോടി. കാർത്തിക പ്രദീപിന്റെ സുഹൃത്തിലേക്കും അന്വേഷണം. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. തൊഴിൽ തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ കാർത്തിക പ്രദീപിന്റെ സുഹൃത്തിലേക്കും അന്വേഷണം. പാലക്കാട് സ്വദേശിയായ ഇയാൾ ഇപ്പോൾ മാൾട്ടയിലാണെന്നാണ് വിവരം. ഉദ്യോഗാർത്ഥി എന്ന നിലയിലാണ് പാലക്കാട്ടുള്ള യുവാവ് കാർത്തികയുടെ അടുത്തെത്തിയത്. തുടർന്ന് ഇരുവരും ഒന്നിച്ച് തട്ടിപ്പ് ആസൂത്രണം ചെയ്തുവെന്നാണ് പോലീസ് നിഗമനം. ഇയാളെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം പോലീസ് തുടങ്ങിയിട്ടുണ്ട്. കേസിൽ കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടേക്കാനുള്ള സാധ്യതയുണ്ടെന്നുള്ള സൂചനയും പോലീസ് നൽകുന്നു. അതിനിടെ പണം നൽകിയിട്ടും ജോലി കിട്ടാതെ ചിലർ തുക തിരികെ ചോദിച്ചപ്പോൾ കൊട്ടേഷൻ സംഘങ്ങളെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തിയതായും വിവരം ലഭിച്ചു. ഇതോടൊപ്പം ഉദ്യോഗാർത്ഥികളെ വിളിച്ചു വരുത്തി കാർത്തിക അഭിമുഖം നടത്തിയതിന്റെ പുതിയ ദൃശ്യങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട്. ഒരു ഉദ്യോഗാർത്ഥിയിൽ നിന്ന് കുറഞ്ഞത് 2 ലക്ഷം രൂപ വീതം കാർത്തിക കമ്മീഷൻ വാങ്ങിയിരുന്നു. 1 കോടിയിലേറെ രൂപ കാർത്തിക തട്ടിയെടുത്തിട്ടുണ്ട്. കൊച്ചിയിൽ നിന്ന് മാത്രം 20 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തി. കസ്റ്റഡി കാലാവധി പൂർത്തിയാക്കിയതിനെ തുടർന്ന് കാർത്തികയെ തിരികെ കോടതിയിൽ ഹാജരാക്കി വീണ്ടും റിമാൻഡ് ചെയ്തിരുന്നു. കൂടുതൽ തെളിവുകൾ ലഭിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇവരെ വീണ്ടും കസ്റ്റഡിയിലെടുക്കുമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. UK-യിൽ സോഷ്യൽ വർക്കറായി ജോലി നൽകാമെന്ന് പറഞ്ഞ് 5.23 ലക്ഷം രൂപ തട്ടിയെടുത്തെന്ന തൃശൂർ സ്വദേശിനിയുടെ പരാതിയിലാണ് കാർത്തിക അറസ്റ്റിലായത്. തിരുവനന്തപുരം, പത്തനംതിട്ട, തൃശൂർ, കോഴിക്കോട് ജില്ലകളിലെ പോലീസ് സ്റ്റേഷനുകളിലും സ്ഥാപനത്തിനെതിരെ പരാതിയുണ്ട്. വിദേശത്തേക്ക് ആളുകളെ കൊണ്ടുപോകാനുള്ള ലൈസൻസ് സ്ഥാപനത്തിനില്ലെന്ന് വിദേശ മന്ത്രാലയത്തിന് കീഴിലുള്ള പ്രൊട്ടക്ടർ ഓഫ് ഇമിഗ്രൻസ് സ്ഥിരീകരിച്ചിരുന്നു.